ചെറിയൊരു വീഴ്ചയിൽ തന്നെ എല്ലുകൾ പൊട്ടിപ്പോകാറുണ്ടോ? അതോടൊപ്പം മസിൽസ് കോച്ചി പിടിക്കുന്നത് പോലെ അവസ്ഥ ഉണ്ടാകാറുണ്ടോ? ഇത് തീർച്ചയായും കാൽഷ്യത്തിൻ്റെ കുറവ് കാരണമായിരിക്കും. ഈ വീഡിയോയിൽ നമുക്ക് കാൽഷ്യത്തിനെക്കുറിച്ചും ഇത് കുറയുമ്പോൾ നമുക്ക് എന്തൊക്കെ അവസ്ഥകൾ ഉണ്ടാകുന്നതിനെക്കുറിച്ചും കൂടെ നമ്മുടെ ഭക്ഷണത്തിലൂടെ നമുക്ക് എങ്ങനെ ഇത് വീണ്ടെടുക്കാമെന്നതിനെക്കുറിച്ചും നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാം. ഞാൻ ഡോക്ടർ സ്റ്റെഫി ജലസ്റ്റിൻ, മെഡിക്കൽ ഓഫീസർ, പ്രാണനച്ചിക്ക ഹോസ്പിറ്റൽ. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും സമൃദ്ധമായി കാണപ്പെടുന്ന മിനറലാണ് കാൽഷ്യം. കാൽഷ്യം ഇല്ലാതെ ശരീരത്തിൽ ഒരു ഫങ്ഷൻസും നടക്കുന്നില്ല. ഏത് ആക്ഷനും റിയാക്ഷനും കാൽഷ്യം വേണം. ഇവ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് പല്ലിലും എല്ലിലും പിന്നെ 1% രക്തത്തിലുമാണ്. മസിൽ കോൺട്രാക്ഷനും സ്മൂത്ത് മസിൽ കോൺട്രാക്ഷനും അതുപോലെ തന്നെ ഹോർമോൺസിൻ്റെ സെക്രീഷനും സ്പൈനൽ കോഡിൽ നിന്നും ബ്രെയിനിലോട്ടും ബ്രെയിനിൽ നിന്ന് സ്പൈനൽ കോഡിൽ പോകുന്ന നെർവ്സിൻ്റെ കണക്ഷനും കാൽഷ്യം അത്യാവശ്യമാണ്. കാൽഷ്യം കുറയാൻ പ്രധാന കാരണം എന്നത് ഭക്ഷണത്തിൽ കാൽഷ്യത്തിൻ്റെ അഭാവം തന്നെയാണ്, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ കാൽഷ്യത്തിൻ്റെ കുറവ് തന്നെയാണ്. അതോടൊപ്പം പാരാതൈറോയ്ഡ് ഗ്ലാൻഡിൽ ഉണ്ടാകുന്ന കണ്ടീഷൻസ് അല്ലെങ്കിൽ ഹൈപ്പോ പാരാതൈറോയിഡിസം എന്നീ കണ്ടീഷൻസും ഒരു പ്രധാന കാരണം തന്നെയാണ്. കൂടാതെ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ സർജറിയോ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ റിമൂവലോ ഒരു പ്രധാന കാരണമാണ് കാൽഷ്യം ഡെഫിഷ്യൻസിക്ക്. കിഡ്നി ഡിസീസോ റീനൽ ഫെയിലിയർ ഉണ്ടെങ്കിൽ വിറ്റമിൻ ഡിയുടെ അളവ് വളരെ കുറവായിരിക്കും. അതോടൊപ്പം കാൽഷ്യവും കുറവായിരിക്കും. കാരണം വിറ്റമിൻ ഡി ഉണ്ടെങ്കിൽ കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ നടക്കുകയുള്ളൂ. അപ്പം കിഡ്നി കണ്ടീഷൻസിലും അല്ലെങ്കിൽ കിഡ്നി ഡിസീസ് ഉള്ളവർക്കും റീനൽ ഫെയിലിയർ ഉള്ളവർക്കും വിറ്റമിൻ ഡി കുറവായിരിക്കും. അതോടൊപ്പം കാൽഷ്യത്തിൻ്റെ അളവും വളരെ കുറവായിരിക്കും. ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവരിലും കാൽഷ്യം ഡെഫിഷ്യൻസി വളരെ കൂടുതലാണ്. കാരണം അവർ പാല് എടുക്കാറില്ല, അതിലും കാൽഷ്യത്തിൻ്റെ അളവ് കുറയുന്നു. കൂടാതെ സ്റ്റിറോയിഡ് ടാബ്ലറ്റ്സ് എടുക്കുന്നവരിൽ കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ടാബ്ലറ്റ്സ് ഉപയോഗിക്കുന്നവരിലും കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാകുന്നുണ്ട്. വിറ്റമിൻ കെ ഡെഫിഷ്യൻസി ഉള്ളവരിലും കാൽഷ്യത്തിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. കാരണം വിറ്റമിൻ കെ വേണം കാൽഷ്യം മൂവ് ആകാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും വിറ്റമിൻ കെ വേണം. സോ വിറ്റമിൻ കെ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളവരിലും കാൽഷ്യത്തിൻ്റെ അളവ് വളരെ കുറവാണ്. കാൽഷ്യം കുറവിൻ്റെ പ്രധാന ലക്ഷണങ്ങളെന്ന് പറയുന്നത് മസിൽ ക്രാം ഉണ്ടാകുക, വീണ് കഴിയുമ്പോൾ പെട്ടെന്ന് എല്ലുകൾ പൊട്ടിപ്പോകുക, വായിലും നാക്കിലും ഒരു ഇലക്ട്രിക് സെൻസേഷൻ സ്ഥിരമായി ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക, ഉറക്കക്കുറവുണ്ടാകുക, വിഷാദരോഗം, ഉത്കണ്ഠരാകുക, പിന്നെ സ്ഥലകാല ബോധമില്ലാതെ സംസാരിക്കുക അല്ലെങ്കിൽ പെരുമാറുക, പെട്ടെന്ന് എല്ലുകൾ കേടുവന്നു പോകുക, പൊട്ടിപ്പോകുക, ഇതൊക്കെ പ്രധാനമായിട്ടുള്ള കാൽഷ്യം ഡെഫിഷ്യൻസിയുടെ ലക്ഷണങ്ങളാണ്. കാൽഷ്യം ടാബ്ലറ്റ് കഴിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ കാൽഷ്യം ടാബ്ലറ്റ് റിക്വയർമെൻറ്റിനനുസരിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. അതായത് ഒരു ടെമ്പററി യൂസിന് വേണ്ടിയിട്ട്. ഇപ്പോൾ പ്രഗ്നൻറ്റ് വുമൻസിനായിക്കോട്ടെ, ലാക്ടേറ്റിംഗ് വുമൻസിനായിക്കോട്ടെ, അതുപോലെ തന്നെ പെട്ടെന്ന് ഫ്രാക്ചറോ സർജറിയോ ആയവർക്കൊക്കെ നമുക്ക് കാൽഷ്യം ടാബ്ലറ്റ് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. ഒരു 2 മുതൽ 3 മാസം വരെ ഒരു ടെമ്പററി യൂസിന് വേണ്ടി. കണ്ടിന്യൂസ് യൂസ് അല്ലെങ്കിൽ പ്രൊലോങ്ഡ് യൂസിനാണെങ്കിൽ കഴിവതും കാൽഷ്യം സപ്ലിമെൻറ്റ്സിന് പകരം കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ എടുക്കുന്നതാണ് വളരെ നല്ലത്. ഒട്ടുമിക്ക ആൾക്കാരും എല്ല് വേദന അല്ലെങ്കിൽ എല്ലിൽ തേയ്മാനം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കാൽഷ്യം ടാബ്ലറ്റ് എടുക്കുന്നത് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് കാൽഷ്യം ടാബ്ലറ്റാണ്. പക്ഷെ നമ്മൾ അതോടൊപ്പം തന്നെ വിറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ഉണ്ടോ, വിറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് കൂടെ ചെക്ക് ചെയ്യണം. വിറ്റമിൻ കെയും വിറ്റമിൻ ഡിയും ഇല്ലെങ്കിൽ നമ്മൾ എത്ര തന്നെ കാൽഷ്യം ടാബ്ലറ്റ്സ് കഴിച്ചാലും അത് നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യുകയോ മെറ്റബോളൈസ് ആകുകയോ അല്ലെങ്കിൽ മൂവ് ചെയ്യുകയോ ചെയ്യത്തില്ല. സോ കഴിവതും കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ വിറ്റമിൻ ഡിയും അതോടൊപ്പം വിറ്റമിൻ K1ഉം K2ഉം ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് റൂട്ട് കോസ് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് ട്രീറ്റ് ചെയ്യുക. കാൽഷ്യം അധികമായും കാണുന്നത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലും അതുപോലെ തന്നെ ഏറ്റവും കൂടുതലും കാണുന്നത് മുരിങ്ങയിലുമാണ്. കൂടാതെ റാഗിയിൽ അധികമായിട്ടുണ്ട്, പാലിൽ അധികമായിട്ടുണ്ട്, പാൽ ഉൽപ്പന്നങ്ങളിലും അതായത് ചീസ്, യോഗർട്ട്, കേർഡ് എന്നിവയിലുമുണ്ട്. കൂടാതെ ഫ്രൂട്ട്സ് ലൈക്ക് പപ്പായ, കിവി, വാട്ടർമെലൺ ഇവയിലും അധികമായിട്ട് കാൽഷ്യമുണ്ട്. അതോടൊപ്പം പരിപ്പ് വർഗ്ഗങ്ങളിലും അധികമായിട്ട് കാൽഷ്യമുണ്ട്. ഇവ നമ്മുടെ ഭക്ഷണത്തിലോട്ട് ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ആകുന്നത് വളരെ നല്ലതാണ്. കൂടാതെ ചൂടാക്കും തോറും കാൽഷ്യത്തിൻ്റെ അളവ് കുറയുന്നു. സോ കഴിവതും ഓവർ ഹീറ്റിംഗ് ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ഈ വെജിറ്റബിൾസ് ഒത്തിരി കഴിക്കുമ്പോൾ ഓക്സലേറ്റിൻ്റെ കണ്ടൻറ്റ് കൂടുന്നുണ്ട്. സോ ഇത് കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. സോ കഴിവതും ഡയറി പ്രോഡക്റ്റും കൂടെ വെജിറ്റേറിയൻ ആയിട്ടുള്ളവർ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇത് കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷന് കൂട്ടുന്നു. നമുക്കിനി എങ്ങനെ കാൽഷ്യത്തിൻ്റെ അളവ് കൂട്ടാം, ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കൂട്ടാമെന്ന് നോക്കാം. ദിവസം 5 മുതൽ 10 വരെയുള്ള ബദാം കഴിക്കുന്നതിലൂടെ നമുക്ക് കാൽഷ്യത്തിൻ്റെ അളവ് കൂടുന്നു. സ്ഥിരമായിട്ട് അഗസ്ത്യക്കീര, ചീര ഇവ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ മുരിങ്ങയില ദിവസവും ആഡ് ചെയ്യുന്നതും വളരെ നല്ലതാണ്. അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ 4-5 ദിവസങ്ങളിലും മുരിങ്ങയില, അഗസ്ത്യക്കീര, ചീര ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കൂടാതെ എള്ളിൽ, ചിയാ സീഡിലും വളരെയധികം
കാൽഷ്യം ഉണ്ട്. അതോടൊപ്പം തന്നെ ടോഫു നമുക്കൊരു ഓൾട്ടർനേറ്റീവായിട്ട്, വെജിറ്റേറിയൻസിന് ഓൾട്ടർനേറ്റീവായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാൽഷ്യം റിച്ച് ഫുഡാണ് ടോഫു. ഇത് നമുക്ക് കഴിക്കാവുന്നതാണ്. നമുക്ക് എള്ള്, ചിയാ സീഡ്സ് ഒക്കെ ജ്യൂസിലും സാലഡ്സിലും ഡ്രസ്സിംഗ് ആയിട്ടൊക്കെ ഉപയോഗിച്ച് കഴിക്കാവുന്നതാണ്. കാൽഷ്യത്തിൻ്റെ അളവ് അല്ലെങ്കിൽ കാൽഷ്യം റിച്ച് ഫുഡ് കഴിക്കേണ്ടത് ഏറ്റവും കൂടുതലും 9 മുതൽ 18 വയസ്സ് വരെ ഉള്ളവരിലാണ്. കാരണം ഈ സമയങ്ങളിലാണ് എന്താ പറയുക, ബ്രെയിനിൻ്റെ ഗ്രോത്തും ബോൺസ് സ്ട്രെങ്തനിങ് ആകുന്നതും മസിൽസിൻ്റെ സ്ട്രെങ്തനിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മസിൽസ് ഗ്രോത്ത് ആയിക്കോട്ടെ, ഇതിനൊക്കെ പ്രധാനമായിട്ടും ഈ ഒരു ടൈമിലാണ് വേണ്ടത്. സോ നമ്മൾ കഴിവതും ഈ ഒരു സമയത്ത് കാൽഷ്യത്തിൻ്റെ അളവ് കൂട്ടി അല്ലെങ്കിൽ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ലാക്ടേറ്റിംഗ് വുമൻസിലും അതുപോലെ തന്നെ പ്രഗ്നൻറ്റ് വുമൻസിലും കാൽഷ്യത്തിൻ്റെ അളവ് വളരെ നല്ല തോതിലെടുക്കുന്നത് നല്ലതാണ്. ഈ വീഡിയോയിലൂടെ നമുക്ക് കാൽഷ്യത്തിനെ കുറിച്ചും അതുപോലെ തന്നെ കാൽഷ്യം കുറഞ്ഞു പോയാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ലക്ഷണങ്ങളെക്കുറിച്ചും ഒരു ചെറിയൊരു ഐഡിയ കിട്ടിക്കാണും. പിന്നെ അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ കുറവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കാൽഷ്യം റിച്ചായിട്ടുള്ള ഫുഡ് കഴിച്ചുകൊണ്ട് നമുക്ക് കാൽഷ്യം ഡെഫിഷ്യൻസി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. പുതിയൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.